ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷും ഹരീഷും നികേഷും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നിധി വരുന്നത്. അപ്പോൾ നിധിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നികേഷ് ചോദിക്കുകയാണ്, എന്താ ഏട്ടത്തി രാവിലെ എണീക്കുന്നതാണല്ലോ, ഇതെന്ത് പറ്റി, ഇന്ന് ലേറ്റായി പോയല്ലോ? അതെ ഞാൻ 2 ദിവസമായിട്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ വീട്ടിൽ വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഉറങ്ങിയത്. ഇപ്പോൾ ഹാപ്പിയായി, എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാനായിട്ട് സാധിച്ചു. ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും, എടാ കേട്ടോ, നിധി പറഞ്ഞത് കേട്ടില്ലേ? എന്ത് കേട്ടു? കേട്ടല്ലോ, അതിനിപ്പോൾ എന്താ? എടാ നിധി പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേന്ന്. എന്തർത്ഥം? സുധീഷേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എടാ 2 ദിവസം അവൾക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല എന്ന്. അത് ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞത് കേട്ടില്ലേ? അതിനിപ്പോൾ എന്താ? അതായത് ഈ വീട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, ഈ വീട്ടിൽ നിന്ന് മാറാനായിട്ട് അവൾക്ക് ഒരു താല്പര്യമില്ല, ഈ വീട്ടിൽ തന്നെ കഴിയാൻ അവൾക്ക് ഇഷ്ടം എന്നല്ല അതിൻ്റെ അർത്ഥം. ഒന്ന് പോ സുധീഷേട്ടാ, അതാണ് അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ അവിടെ ഭയങ്കര കൊതുക, അതുകൊണ്ടായിരിക്കും ഏട്ടത്തി അങ്ങനെ പറഞ്ഞത്. അയ്യടാ അവൻ്റെ ഒരു കണ്ടുപിടുത്തം. അങ്ങനെ നമ്മുടെ നിധി ഒരുങ്ങിയിട്ടൊക്കെ വരികയാണ്. അപ്പോൾ സുഭാഷ്, നിധി പോകാനുള്ള സമയമായി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതെ സുഭാഷ് ഏട്ടാ പോകണം. എന്താ നിധി ഒരു മടി പോലെ, മൂഡ് ഓഫ് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതെ എനിക്ക് എന്തോ ഓഫീസിൽ പോകാനേ ഒരു മടി. ഇത്രയും ദിവസം നിങ്ങളോടൊപ്പം ജോളിയായിട്ട് നടന്നില്ലേ, ഇനി ഓഫീസിൽ പോകണമെന്ന കാര്യം ആലോചിക്കുമ്പോഴേ ഭയങ്കര മടി. അപ്പം നമ്മുടെ സുധീഷാണെങ്കിൽ, എങ്കിലും ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം കൂടി ഇങ്ങോട്ട് ലീവ് എടുക്കേ. അത് പറ്റില്ല, ഇനി ലീവ് എടുത്തു കഴിഞ്ഞാലേ പണി വാളും, അതുകൊണ്ട് ഇനി ലീവേ 6 മാസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറയുകയാണ്. എങ്കിലൊരു കാര്യം ചെയ്യാം, 6 മാസം കഴിയുമ്പോൾ നമുക്ക് ജോളി ഇടിച്ച് പോകാം അങ്ങോട്ട്. പോകാം, അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നിധി ഇതിനകത്തേക്ക് കയറി പോവാണ്. എടാ കേട്ടോടാ നിധി പറഞ്ഞത് കേട്ടോ? എന്ത് കേട്ടോന്ന്? അതെ നിധിക്ക് എന്നോടൊപ്പം ജോളി എടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. അയ്യടാ മനസ്സിലെ പൂതി കണ്ടില്ലേ? അല്ലടാ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ, 6 മാസം കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി ടൂർ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിധി എന്താ പറഞ്ഞത്? ഓക്കെ നമുക്ക് പോകാം എന്നല്ലേ പറഞ്ഞത്. അതിലെന്തെങ്കിലും എതിർപ്പ് കാണിച്ചോ? എതിർപ്പ് കാണിച്ചില്ല. അപ്പോൾ എന്ത് വേണം കരുതാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അയ്യടാ അതെ ഏട്ടത്തി അല്ലാതിരിക്കണം, എനിക്ക് നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമൊന്നും. അയ്യോ ചിരിക്കാൻ വയ്യ, നിങ്ങളൊന്ന് പോകുന്നുണ്ടോ മനുഷ്യ എന്നിങ്ങനെ പറയാം. അങ്ങനെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ വീടിൻ്റെ മുന്നിൽ ഒരു കാറ് വന്ന് നിൽക്കുക. അപ്പോൾ കാറ് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ധാരാളപ്പാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് പുറത്തേക്ക് ഇറങ്ങി നോക്കുക. അപ്പോൾ അതേ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നു നമ്മുടെ നിധിയുടെ ഓഫീസിലെ ഓഫീസർ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുധീഷിന് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ സുധീഷ്, ഇവനെന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. ഹലോ എന്താ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ നിധിയെ കാണാൻ വേണ്ടി വന്നതാ. നിധി 2 ദിവസം ആയല്ലോ ഓഫീസിലോട്ടൊക്കെ വന്നിട്ട്. അപ്പം നിധിയെ എന്താ വരാത്തതെന്ന് അന്വേഷിച്ച് വന്നതാണ്. അതിന് നിധി നിങ്ങളോട് ലീവ് പറഞ്ഞിട്ടല്ലേ വന്നത്, പിന്നെന്താ കാര്യം? അത് ശരിയാ, നിധി ലീവ് പറഞ്ഞിട്ടാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവരുടെ അടുത്ത് വന്നതാണേ, അപ്പോഴാണ് നിധിയുടെ വീടിൻ്റെ കാര്യം ആലോചിച്ചത്. അപ്പോൾ ഇവിടെ വന്ന് നിധിയുടെ വിശേഷങ്ങളൊന്ന് തിരക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ല എന്തെങ്കിലും അസുഖം മറ്റോ ആണെങ്കിൽ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ്. അപ്പോഴേക്കും സുഭാഷ് ഇറങ്ങി വരികയാണ്. ഇതാരാ വന്നിരിക്കുന്നത്? എന്താടാ സുധീഷേ, വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിയാൻ നേരത്ത് അവരെ പുറത്തിരുത്തി സംസാരിക്കുന്നതാണോ? അതാണോ മര്യാദ? വാ നിങ്ങൾ കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളെയും കയറ്റിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ മോളെ നിധി ഇതാരാ വന്നിരിക്കുന്ന നോക്കി. ഇതാ വരുന്നു സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞു നിധി വരിക. നിധി പറഞ്ഞപ്പോൾ, അയ്യോ നിങ്ങളെന്താ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കണം. അത് പിന്നെ നിധി ലീവാണല്ലോ 2 ദിവസമായിട്ട്, അതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി അതിന് ഞാൻ ലീവ് പറഞ്ഞിട്ടാണല്ലോ വന്നത്. പിന്നെ എന്താ കാര്യം? അല്ല ലീവ് പറഞ്ഞിട്ടാണ് വന്നത്, പക്ഷേ എന്നാലും ഞാൻ ഈ വഴി വരെ വന്നപ്പോഴേ നിധിയുടെ വീടിനെക്കുറിച്ച് ആലോചിച്ചേ, അപ്പോൾ ഇങ്ങോട്ടൊന്ന് വന്ന് അന്വേഷിച്ച് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്ന് ഒരു ടെൻഷൻ, അതുകൊണ്ടാണ്. പിന്നെ അവരിങ്ങനെ സംസാരം തുടങ്ങി. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ ചായ എടുക്കാനും പോവുകയും ചെയ്തു. സുധീഷിന് ഇത് കണ്ടിട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവരുടെ സംസാരം എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി കൊടുക്കണമല്ലോ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ സുഭാഷ് വന്നിട്ട് ഇന്നാ ചായ കുടിക്കുന്നു പറഞ്ഞ് ചായ കൊടുക്കുക. അങ്ങനെ ഇയാളെ ചായയെ മേടിച്ചുകൊണ്ട് ചായ കുടിക്കാതെ നിധിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വർത്താനം പറയാം. അപ്പോൾ സുധീഷിന് തീരെ ഇഷ്ടപ്പെടാഞ്ഞിട്ട് സുധീഷ്, എടാ എണീക്കടോ, ഗ്ലാസ് ഇങ്ങോട്ട് തന്നെ,
അപ്പോഴേക്കും എല്ലാവരും ഇതെന്താ സുധീഷേ, എന്താ സുധീഷേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നിന്നോട് എണീക്കാനാ പറഞ്ഞത്, എണീക്കടാ അവിടെ നിന്ന്. അങ്ങനെ ആ ഗ്ലാസും കൈ കൊടുത്തിട്ട് ഇയാൾ പേടിച്ച് അവിടെ നിന്ന് എണീക്കുകയാണ്. താൻ ആരാന്ന് തൻ്റെ വിചാരം? നീതി നിങ്ങളോട് ലീവ് പറഞ്ഞിട്ടല്ലേ ലീവ് എടുത്തത്? പിന്നെ നിധിയുടെ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടി നീ എന്തിനാടാ വന്നത്? നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് നിധിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെയാടാ ധൈര്യം വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കശപിശ തുടങ്ങി. ഇറങ്ങടാ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ. അതെ, നിധിയുടെ കാര്യങ്ങൾ നോക്കാനേ ഞങ്ങൾക്കറിയാം. നീ കൂടുതൽ വിശേഷങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. നീ വിശേഷങ്ങൾ അന്വേഷിച്ച് വന്നാലേ ശരിയാകുന്നില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടെ നിന്ന് കസാര എടുത്ത് അടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നിധിയാണെങ്കിൽ സുധീഷേ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം സുധീഷിൻ്റെ സ്വപ്നമായിരുന്നു. സുധീഷ് ഒന്നും പറഞ്ഞിട്ടില്ല. സുധീഷാണെങ്കിൽ ഈ നിലത്ത് നോക്കിയിട്ട് ഇങ്ങനെ കൈവച്ച് എന്തൊക്കെയോ കാണിക്കുകയാണ്. അപ്പോൾ ഇത് സുഭാഷും ഹരീഷും കൂടി കാണുകയാണ്. അപ്പോൾ ഹരീഷ് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് സുഭാഷ് ചേട്ടാ നോക്കിയ, സുഭാഷ് ചേട്ടാ ഇതെന്താ ഈ കാണിച്ചു കൂടുന്നത്? എടാ സുധീഷേ, എന്താടാ സുധീഷേ എന്തീ കാണിക്കുന്നത്? നീ എന്താ ഈ നിലത്തിട്ട് കാണിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറയാം. അപ്പോഴേക്കും ഈ നിധി ഓഫീസിൽ പോകണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും ഓഫീസിൽ പോകണം. നിധി ഓഫീസിലേക്കാണല്ലേ, എങ്കിൽ പിന്നെ വാ നമുക്ക് ഒരുമിച്ച് പോവാം. അതിൻ്റെ കാര്യമൊന്നുമില്ല, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയണം. സാരമില്ല, ഞാൻ ആ വഴിയല്ലേ. അപ്പോഴേക്കും നമ്മുടെ സുധീഷാണെങ്കിൽ സാരമില്ല നിങ്ങൾ പൊയ്ക്കോ. അതെ, നിധി ഞങ്ങളോടൊപ്പം വരുന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നതേ, അതുകൊണ്ട് ഞങ്ങളോടൊപ്പം വന്നോളും. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇറങ്ങി പോവാണ്. അങ്ങനെ നമ്മുടെ സുധീഷും നിധിയും അതേപോലെ തന്നെ നികേഷും കൂടി ഇങ്ങനെ നടക്കുക. ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓരോ വർത്തമാനങ്ങളും കളിതമാശയൊക്കെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നികേഷ് ആണെങ്കിൽ ഇങ്ങനെ എത്തി ഇങ്ങനെ നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നീ ആരെയാണ് ഈ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ചോദിച്ചപ്പോഴേക്കേ ഞാൻ ആരെയൊന്നുമല്ല നോക്കുന്നത്, നീ കുറേ നേരം ആയാലും എത്തി നോക്കുന്നത്. അപ്പോഴേക്കും നിധിയാണെങ്കിൽ അതേ നികേഷിന് ഇവിടെ ഒരാളുണ്ട്. ആളോ? എന്നാടാ ഇത്, നിനക്ക് ആളുണ്ടോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്താ എനിക്ക് ആളുണ്ടായാൽ കൊള്ളൂലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ആ പെണ്ണ് വരുന്നത്. അപ്പോൾ ആ പെണ്ണും വേറൊരു പെണ്ണിനെയും കൂടി കൂട്ടിക്കൊണ്ട് വരിക. അപ്പോൾ ആ സമയത്ത് വരുന്നു അവർ എന്ന് പറയുകയാണ്. എടാ ആരാടത്? ചുവന്ന ഷോളോ വെള്ള ഷോളോ? ചുവന്ന ഷോള്. നിങ്ങൾ നോക്കല്ലേ, മര്യാദക്ക് മോന്ത മാറ്റിക്കണ്ടേ? എടാ കൊള്ളാലോടാ. സുധീഷേട്ടാ അനാവശ്യം പറയരുത്. എന്താടാ ഞാനങ്ങനെ പറഞ്ഞു വിചാരിച്ച എന്താ കുഴപ്പം? പക്ഷേ അവർ വന്നതും ഒരു ഓട്ടോറിക്ഷ കയറി പോവുകയാണ്. പക്ഷേ പോകുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടിയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോവുകയാണ്. അപ്പോഴേക്കും അത് നികേഷിന് ഭയങ്കര സങ്കടമായി. അപ്പം നിധിയാണെങ്കിൽ അയ്യോ ഇതെന്താ ഇത്, അവർ വന്നപ്പോൾ തന്നെ ഓട്ടോറിക്ഷ കയറി പോയല്ലോ നികേഷേ, ഇതെന്ത് പറ്റി? നിങ്ങൾ പിന്നെ തല്ല് പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ പോകാതിരിക്കും? ചുമ്മാ തല്ല് പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നോളും. എന്നാലും അത് ആരാടത്? അപ്പോൾ സുധീഷ് കുറേ പെണ്ണുങ്ങളിലൊക്കെ പേര് പറയുകയാണ്. അപ്പോൾ നമ്മുടെ നിധിയാണെങ്കിൽ കൊള്ളാലോ, നിങ്ങൾക്ക് എല്ലാവരുടെയും പേരുകളൊക്കെ അറിയാമല്ലോ അല്ലേ? അയ്യോ അത് അർത്ഥത്തിലല്ല, നമ്മളിവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ പിന്നെ ഇവരുടെയൊക്കെ പേരറിഞ്ഞിരിക്കണ്ടേ, ഇവരെയൊക്കെ ആരാണെന്നൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? കൊച്ചു പിള്ളേർ മുതൽ മുതുക്കി തള്ളവരെ എനിക്കറിയാന്നേ എന്ന് പറഞ്ഞ് നിധി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അർത്ഥത്തിലല്ല, ഞാൻ ചുമ്മാ അയൽവാസി എന്ന രീതിയിൽ തന്നെ പറഞ്ഞതേ ഉള്ളൂ. അയ്യോടാ ഒരു അയൽവാസി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുഭാഷിനെയാണ്. അപ്പോൾ സുഭാഷ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീതു വന്നിട്ട് സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയണം. എന്താ മോളെ? സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോയിരിക്കും അല്ലേ? അതെ. സുഭാഷ് ഏട്ടൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. വീട്ടിൽ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? മോളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ധൃതിക്ക് ഓരോരോ കാര്യങ്ങളും ചെയ്തുവിട്ടുകയാണല്ലേ? മോളുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. സുഭാഷ് ഏട്ടനെങ്കിലും അതെങ്കിലും മനസ്സിലായല്ലോ സുഭാഷ് ഏട്ടാ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ സുഭാഷിനോട്, തെറ്റായി വിചാരിക്കരുത്. ഇല്ല, എന്താണെന്ന് വെച്ചാൽ പറ. അതെ സുഭാഷ് ഏട്ടാ, എൻ്റെയും ഹരീഷിൻ്റെയും കല്യാണം നടക്കണമെങ്കിൽ അതായത് സുഭാഷിൻ്റെ കല്യാണം കഴിയണം, അല്ലാതെ ഹരീഷ് ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. ഹരീഷിനോട് ഞാൻ പറഞ്ഞതാ നമുക്ക് രണ്ടുപേർക്കും കൂടി കല്യാണം കഴിക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. പക്ഷെ ഹരീഷ് പറയുന്നത് സുഭാഷിൻ്റെ കല്യാണം കഴിയാതെ എനിക്ക് ഈ കല്യാണത്തോട് യാതൊരു താല്പര്യമില്ല എന്ന്. എൻ്റെ വീട്ടുകാരുടെ ഇതൊക്കെ അറിയാലോ. എൻ്റെ ആങ്ങളെന്ന് പറഞ്ഞത് ഒരു ചെകുത്താനാ, അവൻ എന്തും ഏത് വേണമെങ്കിലും ചെയ്യും. ഞാൻ ഒരു കണക്കിനവിടെ പിടിച്ചു നിൽക്കുന്നത്, പോലീസ് സ്റ്റേഷനിൽ വരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത്. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥയിലാണ് സുഭാഷ് ഏട്ടൻ ഞാൻ. ഇനി സുഭാഷ് ഏട്ടന് മാത്രമേ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് എൻ്റെ കല്യാണം കഴിയുന്നത് എന്തിനാണ്? എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇതും കൂടി തമ്മിൽ എന്താണ് ബന്ധമുള്ളത് കുട്ടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്.
ആ, സുധീഷ് കല്യാണം കഴിച്ചില്ലേ, പിന്നെന്താ കുഴപ്പം? അത് തന്നെയാ പ്രശ്നം. സുഭാഷേട്ടൻ്റെ കല്യാണം കഴിയാതെ ഏതായാലും ഹരീഷ് കല്യാണം കഴിക്കാൻ പോകുന്നില്ല. എങ്കിൽ ഞാൻ അവനോട് സംസാരിക്കാം. അയ്യോ വേണ്ട വേണ്ട, അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഉപേക്ഷിക്കാൻ പോലും ഹരീഷും മടിക്കില്ല. അതറിയാലോ. ഹരീഷിന് ഒരു ബാധ്യതയായിട്ടൊന്നും അല്ല പറയുന്നത്. എനിക്കും സുഭാഷേട്ടന് ഒരു ബാധ്യതയല്ല. പക്ഷേ സുഭാഷേട്ടന് എങ്ങനെയെങ്കിലും ഒരു കല്യാണം സെറ്റാവണം. എന്നാൽ മാത്രമേ എനിക്ക് ഹരീഷിനൊപ്പം ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് എൻ്റെയും കൂടി ജീവിത പ്രശ്നമാണല്ലോ സുഭാഷേട്ടാ. സുഭാഷേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ സുഭാഷിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നീതു അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നീതു പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് സുഭാഷിന് മനസ്സിലായി. സുഭാഷിന് അത് ഭയങ്കര സങ്കടം തോന്നുകയാണ്. അങ്ങനെ സുഭാഷ് നേരെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബായി വരിക. ബായി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ സുഭാഷ് ഏട്ടാ, എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ? ഒന്നുമില്ലടാ, ചുമ്മാ ഇവിടെ ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ. എന്തായടാ ചാന്ദിനിയുടെ വീട്ടുകാർ വന്നിട്ട് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചാന്ദിനിയുടെ വീട്ടുകാർ വന്നു, അവളിവിടെ ഇല്ലാത്തത് കൊണ്ട് അവർ പോയി മടങ്ങി. അപ്പോൾ ചാന്ദിനി നിങ്ങളോടൊപ്പം വന്നിരിക്കുകയായിരുന്നല്ലോ, ആ സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എടാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയണേ, അവളെ അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് നിർബന്ധിക്കരുത്. ഇല്ല സുഭാഷ് ഏട്ടാ, അവളൊരു ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് ഞാൻ നിർബന്ധിക്കില്ല. അവൾ ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സുഭാഷ് ഈ കാര്യത്തെക്കുറിച്ച് എന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ബ്രോക്കർ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ബ്രോക്കർ അങ്ങോട്ട് വന്നിട്ട്, എടാ സുഭാഷേ, നീ ഇവിടെ ഇരിക്കുകയായിരുന്നു എടാ സുഭാഷേ എന്നൊക്കെ ചോദിക്കുകയാണ്. അവരിങ്ങനെ വർത്താനം കുശലമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പിന്നെ ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി ചേട്ടനെ വിളിച്ചത്. ചേട്ടാ, ഒരു കല്യാണാലോചനയുടെ കാര്യം. കല്യാണാലോചന ആർക്ക്? എനിക്ക്, അല്ലാതെ ആർക്കാ? അത് കൊള്ളാം, ഇത് നല്ല തമാശയായല്ലോ അവിടെ. അല്ലെങ്കിൽ നീ കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ എന്നെ ഓടിക്കുന്നതാണല്ലോ. ഇപ്പോൾ നീ തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങിയ സുഭാഷേ. ഹരീഷിൻ്റെ കല്യാണം നടക്കണമെങ്കിലേ എൻ്റെ കല്യാണം കഴിയണമെന്ന്. എൻ്റെ കല്യാണം കഴിയാതെ അവൻ കല്യാണം കഴിക്കില്ലെന്നാണ് പറയുന്നത്. ഇപ്പം എന്തിനാണ് അവൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നത്? എടാ സുധീഷ് പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നില്ലേ, നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണോ? അതേപോലെ ഹരീഷിനും കല്യാണം കഴിച്ചൂടെ? അതാ പ്രശ്നം. സുധീഷ് അങ്ങനെ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ കല്യാണം കഴിയാതെ അവൻ്റെ കല്യാണം കഴിയില്ലെന്നാണ് പറയുന്നത്. അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നും ഉറപ്പിച്ച തീരുമാനത്തിൽ നടക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ശരി, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബ്രോക്കറിനൊരു കോള് വരികയാണ്. ശരി, ഞാൻ അന്വേഷിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഒക്കൊന്ന് നോക്കാം. ശരി എന്നേ എന്നും പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ എടാ സുഭാഷേ, ഒരു സ്ത്രീയാ വിളിച്ചത്. ആ പെണ്ണാണെങ്കിലേ ഡിവോഴ്സ് ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ നിശ്ചയം നടത്തണമെന്ന്. അപ്പോൾ ഈ ഭർത്താവിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ഇതാണല്ലേ, രണ്ടാം കെട്ടിനെ തന്നെ വേണം. ഇവിടെ കെട്ടാത്ത ആൾക്കാർക്ക് പോലും പെണ്ണ് കിട്ടാനില്ല, പിന്നെയാണ് രണ്ടാം കെട്ടിനൊക്കെ. ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്ത് ഡിമാൻഡാണെന്നറിയാവോ? പണം വേണം, പദവി വേണം, നല്ല വീട് വേണം, പഠിപ്പ് വേണം, ഇതൊക്കെയാണ് പെണ്ണുങ്ങൾ ചോദിക്കുന്നത്. ഇതൊക്കെ ഇക്കാലത്ത് കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാം. അപ്പോൾ ഇനിയും കാണാം. ഇനിയിപ്പോൾ ഒരു രണ്ടാം കെട്ടുകാരനെ നോക്കി നടക്കണമല്ലോ ദൈവമേ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ സുഭാഷിൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത കയറിക്കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.